ഇപ്പോൾ സമയം 4:51 PM ആണ്, വൈകുന്നേരം. നല്ല ചൂട്. കൃഷിയിടത്തേക്കൊക്കെ നടന്ന് മടുത്ത് അങ്ങ് കയറിയേക്കാൻ ചിന്തിക്കുമ്പോൾ ആ ചൂടിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ പോകാൻ അല്പം ഒരു സന്തോഷം കിട്ടിയൊരു കാഴ്ച നിങ്ങളെങ്ങനെ കാണിക്കാം. കണ്ടോ, റെഡ് ലേഡിയാണ്. കാണാൻ തന്നെ എന്തൊരു ചന്താന്ന് നോക്കി. എല്ലാം ഒരേ ഷേപ്പിൽ നല്ല ഉരുണ്ട്, നല്ലൊരു ഐശ്വര്യമില്ലേ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഏതൊരു ക്ഷീണവും പോകും, മനസ്സിനൊരു സന്തോഷം കിട്ടില്ലേ. കർഷകരോടും പുതിയതായിട്ട് കാർഷിക വൃത്തിയിലേക്ക് കടന്നു വരുന്നവരോടും ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. മോസ്റ്റ്ലി എപ്പോഴും തന്നെ ഞാൻ പറയാറുണ്ട്, ലാഭം മാത്രം മുന്നിൽ കൊണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കൃഷി ചെയ്താൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്, പ്രായോഗികമല്ല. ലാഭം ഉണ്ടാക്കാം, നമ്മൾ പരമാവധി ലേബർ എക്സ്പെൻസ് കുറച്ച്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറച്ചാൽ മാത്രമേ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, പടിപടിയായിട്ടാണ് അത്തരത്തിൽ ലാഭം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ലാഭം മാത്രം പ്രതീക്ഷിച്ച് കൃഷി ചെയ്യാതെ സംതൃപ്തിക്ക് കൂടി നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി ലാഭം കുറഞ്ഞാലും നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. നമ്മളവിടെ പണിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആരോഗ്യമുണ്ട്. അതിൽ നിന്നും ആ ആരോഗ്യം കിട്ടുമ്പോൾ നമ്മൾ ആശുപത്രി കൊടുക്കേണ്ട കാശിൻ്റെ അളവ് കുറയുന്നു. അപ്പം ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കൃഷി ലാഭമാണ്. അപ്പോൾ മനസ്സിൻ്റെ സന്തോഷം, സംതൃപ്തി, ഇതിനെല്ലാം കൂടി നമ്മൾ പരിഗണിച്ച് വേണം ഒരാൾ കൃഷിയിലേക്ക് കടന്നു വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി സാമ്പത്തിക നഷ്ടം വന്നാലും നമുക്കത് ആ മാനസിക സംതൃപ്തി കൊണ്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷിയിൽ നിന്നും നമുക്ക് മാനസിക സംതൃപ്തി കിട്ടുന്നത് ഫിനാൻഷ്യലി പ്രോഫിറ്റ് കിട്ടുമ്പോൾ മാത്രമല്ല, ഇതുപോലെയുള്ള കാഴ്ചകൾ, മനം കുളിരുന്ന കാഴ്ചകൾ കാണുമ്പോൾ, എത്ര കഷ്ടപ്പെട്ട്, എത്ര തൂമ്പൊക്കെ കളിച്ചിട്ട്, എത്ര വെയിൽ കൊണ്ടും എന്താ പറയുക, നമ്മൾ ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തിയുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഫീൽ ചെയ്താൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്താലേ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിതുപോലെയുള്ള എക്സ്പീരിയൻസുകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, കൃഷിയിൽ നിന്ന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ.